നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 32. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് 32-ാം എപ്പിസോഡ് തുടങ്ങുന്നത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിൻ്റെ 4-ാം അധ്യായം. അപ്പോൾ 3-ാം അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകം ബ്രൂമോ അദ്യതേ കിം അധികം മഹിമാനമേവം ബ്രഹ്മാത്മകസ്യ ഭുവി ഭാഗവതാഭിധസ്യ യൽ സംശ്രയാൻ നിഗതാൻ ന അലഭതേ സുവക്ത ശ്രോതാഭി കൃഷ്ണ സമതാം മലമന്യധർമ്മൈ എന്നുള്ളതൊക്കെ വിസ്തരിച്ച് പറയണ്ടായി. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 4-ാം അധ്യായം സൂതാവാച. ഒരു 4 ശ്ലോകം ഒന്നായിട്ടാണ് പോവുക. അധ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിമോ അലൗകികീം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സല വനമാലി ഘനശ്യാമ പീതവാസ മനോഹര കാഞ്ചീ കലാപരുചിരോല്ലസൻ മുകുടകുണ്ടല ത്രിഭംഗലളിതാശാരുകസ്തുവേന വിരാജിത കോടിമന്മദലാവണ്യോ ഹരിചന്ദന ചർച്ചിത പരമാനന്ദജന്മൂർത്തിർമധുരോ മുരളീധര ആവിവേശ സ്വഭക്താനാം ഹൃദയാന്യാമലാനി ച. എന്തപ്പോൾ എടുത്താൽ പൊന്തുന്നില്ല. അത് 4 ശ്ലോകങ്ങൾ. അധ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിം അലൗകികീം, ഡിവിനിറ്റിയാണ്. ഭക്തിം അലൗകികീം, ലൗകികമല്ല. അപ്പോൾ ലൗകികത്തിലുള്ള കാര്യങ്ങൾ കർമ്മം കൊണ്ട് നേടാവുന്നതാണ്. അതിന് ഭഗവാനെ കൂട്ടുപിടിക്കരുത്. അപ്പോൾ നെഗറ്റീവ് മാർക്സ് വരും. അപ്പോൾ നമ്മൾ ശരിയായ ഉത്തരം എഴുതിയിട്ടത് തെറ്റിപ്പോവും, മാർക്ക് കിട്ടില്ല. ഭാഗവതം മുഴുവൻ അങ്ങനെയാണ്. ലൗകികത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കരുത്. എന്നാൽ പ്രൊഫഷണൽ ആചാര്യന്മാർ ലൗകികതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ രുക്മിണി സ്വയംവരും പറനിറപ്പും സന്താനഗോപാലത്തിന് പറനിറപ്പും ഒക്കെ ചെയ്യുന്നത്. ഞാനത് ചെയ്യില്ല, അതിനാവശ്യമില്ല. നിങ്ങളെല്ലാവരും ഇപ്പോൾ യൂണിയനായിട്ട് എന്നെ എതിർത്താലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഭഗവാന്റെ പാതാരവിന്ദത്തെ സ്ഥായിയായിട്ട് ആണിയിട്ട് പറയണു. ഞാൻ ഭാഗവത ധർമ്മം പ്രചരിപ്പിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ, വേണമെങ്കിൽ വേണ്ട. അപ്പോൾ അതാണ് അധ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിം അലൗകികീം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സല വനമാലി ഘനശ്യാമ പീതവാസ മനോഹര കാഞ്ചീ കലാപരുചിര ഉല്ലസൻ മുകുടകുണ്ഡല ത്രിഭംഗലളിതാശ്ചാരു കസ്തുഭേന വിരാജിത കോടിമന്മഥലാവണ്യ ഹരിചന്ദന ചർച്ചിത പരമാനന്ദ ചിന്മൂർത്തിർമധുരോ മുരളീധര ആവിവേശ സ്വഭക്താനാം ഹൃദയാന്യാമലാനി ച. എന്താ അതിനർത്ഥം പറയാം. അതിൽ ഭഗവാൻ ആരാ? കോടിമന്മഥലാവണ്യോ, കോടി കാമദേവൻ്റെ ഐശ്വര്യമുള്ളവനാ. 1, 2 എന്നല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനർത്ഥം പറയണോ? സൂതൻ പറഞ്ഞു. സൂതൻ എന്താ പറഞ്ഞത്? മഹാത്മാക്കൾ ഭക്തിക്കായി കൊണ്ട് അവരുടെ ഹൃദയത്തെ സമർപ്പിച്ചുവെന്ന് കണ്ടപ്പോൾ, കഴിഞ്ഞ ശ്ലോകത്തിൽ ഹരിയും സ്വലോകമായ വൈകുണ്ഠത്തിൽ നിന്ന് എഴുന്നള്ളിയെന്ന ഈ ഭക്തജ്ഞാന വൈരാഗ്യങ്ങളുടെ അവസ്ഥ, അവിടെ വന്നിട്ടുള്ള വിഷ്ണു ഭക്തന്മാരുടെ അവസ്ഥ, ഋഷീശ്വരന്മാരുടെ അവസ്ഥ ഒക്കെ കണ്ടപ്പോൾ തൻ്റെ സ്വധാമമായിരിക്കുന്ന വൈകുണ്ഠത്തിൽ നിന്ന് ഗംഗാനദിയിലുള്ള ആനന്ദം എന്നറിയപ്പെടുന്ന തടത്തിലേക്ക് ഭഗവാൻ എഴുന്നള്ളി. ഇതാരും മനസ്സിലാക്കുന്നില്ല. ഭാഗവത കേൾക്കാൻ ഭഗവാനും എഴുന്നള്ളണു. യജ്ഞശാലയിൽ
ആവിഷ്ടരാവണമെന്നുള്ള സത്യം നമ്മളൊക്കെ മറന്നു. അതുകൊണ്ടാണ് നമ്മൾ കുതിര കളിക്കണത്. ഭഗവാന്റെ മുമ്പിൽ നമ്മുടെ കുതിരകളി പറ്റുമോ? അപ്പോൾ ഭഗവാൻ ഹരിയും സ്വലോകമായ വൈകുണ്ഠത്തിൽ നിന്നെഴുന്നള്ളി ഭക്തിയോടുകൂടെ ചേർന്ന് മഹാത്മഹൃദയത്തിൽ തന്നെ വസിച്ചു വന്ന സംഗതിയെ സൂതൻ ശൗനകാദികളോട് പറയുന്നു. ഭക്തിയുള്ള മനസ്സിൽ ഭഗവാൻ വസിക്കണമെന്നുള്ളത് ഇത്ര സുതാര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ അതിനെ തിരസ്കരിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചാലോ ഞാൻ നിങ്ങളുടെ പാതാരവിന്ദത്തിൽ നമിക്കുന്നു. കാരണം എന്താ? ഹരി നിങ്ങളുടെ ഉള്ളിലുണ്ട്, എനിക്കറിയാം. ഞാനതാണ് പറയണത്. അപ്പോൾ സൂതൻ എന്താ ശൗനകാദികളോട് പറഞ്ഞത്? അനന്തരം വൈഷ്ണവന്മാരുടെ ഹൃദയത്തിൽ ലോകത്തിൽ ദുർലഭമായ ഭക്തി നിവസിച്ചിരിക്കുന്നുവെന്ന് കണ്ടിട്ട് എല്ലാവരുടെ മനസ്സിലും ഭക്തി ഉണ്ട്. പക്ഷേ അത് അടിസ്ഥാനം എന്താണെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കാൻ. ലൗകികത്തിനാണോ ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ? ആ ലൗകികമൊക്കെ നമ്മുടെ കർമ്മഫലമാണ്. കർമ്മഫലം അല്ലാണ്ട് LUCK എന്നുള്ളതൊന്നും ഇല്ല. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അതിപ്പോൾ ഏത് ഗണികൻ പറഞ്ഞാലും ഏത് തന്ത്രി പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. LUCK പറയേണ്ട ഒന്നുമില്ല. കർമ്മഗുണമാണ്. കഴിഞ്ഞ ജന്മത്തെ പുണ്യം ആണ് ഇപ്പോഴത്തെ സൗഖ്യം. കഴിഞ്ഞ ജന്മത്തെ ദുരിതമാണ് ഈ ജന്മത്തെ പാപം. അതുകൊണ്ടാണ് പറഞ്ഞത് അനന്തരം വൈഷ്ണവന്മാരുടെ ഹൃദയത്തിൽ ലോകത്തിൽ ദുർലഭമായ ഭക്തി നിവസിച്ചിരിക്കുന്നുവെന്ന് കണ്ടിട്ട് ഭഗവാൻ വൈകുണ്ഠത്തെ വെടിഞ്ഞിട്ട് ഭക്തന്മാരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു. ബാലാഗ്ര ശതഭാഗ്യസ് അവിടെ ഉണ്ട്. ഒന്നുകൂടി പരിതോഷിപ്പിച്ചു. എങ്ങനെയിരിക്കുന്ന ഭഗവാൻ എന്നാണ് പറഞ്ഞത്. ഭക്തന്മാരിൽ പരമപ്രേമയുക്തനും പാദം വരെ നീണ്ടു കിടക്കുന്ന വനമാലയെ ധരിച്ചവനും മേഘം പോലെ ശ്യാമള നിറമുള്ളവനും. ഭഗവാൻ ശ്യാമള നിറമാണ്. പക്ഷേ മകൾക്ക് മരുമകൻ വേണമെങ്കിൽ വെളുപ്പ് നിറം വേണമെന്ന് ശടിക്കണ അച്ഛനമ്മമാരാണ്. അല്ലെങ്കിൽ മരുമകളായിട്ട് വരുന്നവൾ കുറച്ച് ഇരുനിറാണെങ്കിൽ വേണ്ട എന്ന് പറയുന്ന ഭർത്താവിൻ്റെ അമ്മ, വരൻ്റെ അമ്മ. പിന്നെ എങ്ങനെ ഭക്തി നമ്മുടെ മനസ്സിൽ ഉറക്കുക? ഭഗവാൻ ഇവിടെ പരമപ്രേമയുക്തനും പാദം വരെ നീണ്ടു കിടക്കുന്ന വനമാലയെ ധരിച്ചവനും മേഘം പോലെ ശ്യാമള നിറമുള്ളവനും. ഇപ്പോൾ ചില ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് വെണ്ണക്കണ്ണെന്ന് പേര് പറഞ്ഞിട്ട് വെളുത്ത, കാരണം ഇത് വിറ്റ് പോണ്ടേ. ഈ നമ്മൾ ഗുരുവായൂർ പോണത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ കൃഷ്ണനെ വാങ്ങാനല്ല, അവരവരുടെ ചൈതന്യം റിഫ്ലക്റ്റ് ആയിട്ട് ഭഗവാനെ ആരാധിക്കാനാണ്. ഇത് മനസ്സിലാക്കണില്ല നമ്മൾ. അപ്പോൾ ശ്യാമള നിറമുള്ളവനും രണ്ടു മഞ്ഞപ്പട്ടിൽ ഒന്നിനെ ഉടുത്തവനും മറ്റൊന്നിനെ ഉത്തരീയമായി ധരിച്ചവനും കാണുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നവനും അരയിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണം നിമിത്തം മനോഹരനും അത്യന്തം പ്രകാശിക്കുന്ന കിരീടകുണ്ടലങ്ങളോടുകൂടിയവനും ഉദരത്തിൽ കാണപ്പെടുന്ന ത്രിവലിയാൽ സുന്ദരനും. അതായത് 3 മടങ്ങുണ്ടെന്നാ. 6 പാക്കാണ് മൂപ്പര്. അതാണ് കുംഭേട്ടല്ല, 6 പാക്കാണ്. അതാ ഉദരത്തിൽ കാണപ്പെടുന്ന ത്രിവലിയാൽ സുന്ദരനും മനോജ്ഞമായ കൗസ്തുഭരത്നത്താൽ പ്രകാശിക്കുന്നവനും കോടി മന്മഥ സദൃശമായ സൗന്ദര്യമുള്ളവനും രക്തചന്ദനത്തെ ദേഹത്തിൽ പൂശിയിരിക്കുന്നവനും. ഇല്ലേ, കറുപ്പിൽ നല്ല അഴകാണ് ചുവപ്പടിച്ചിട്ടുണ്ടെങ്കിൽ. പരമാനന്ദവും ചൈതന്യവുമാകുന്ന സ്വരൂപത്തോടു കൂടിയവനും. അപ്പോൾ ഭഗവാന്റെ രൂപം എന്താ? പരമാനന്ദവും ചൈതന്യവുമാകുന്ന സ്വരൂപത്തോടു കൂടിയവനും ഏവർക്കും പ്രിയത്തെ ജനിപ്പിക്കുന്നവനും മുരളിയെ കയ്യിൽ ധരിച്ചിരിക്കുന്നവനുമായിരുന്നു. കയ്യിൽ ഓടക്കോടിലുണ്ട്. വൈകുണ്ഠത്തെ വെടിഞ്ഞു വരുവാൻ എന്ത് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന മഹാത്മാക്കളുടെ ഹൃദയങ്ങൾ കാമക്രോധാദി വൃത്തികളുടെ സമ്പർക്കം ഇല്ലാതിരുന്നതിനാൽ. അപ്പോൾ യജ്ഞവേദിയിലിരിക്കുന്ന ശ്രോതാക്കൾ അല്ലെങ്കിൽ യജ്ഞവേദിയിലിരിക്കുന്ന മഹാന്മാർ കാമക്രോധ മത മത്സര ലോഭ ഭയാദികളെ വെടിഞ്ഞവരായിരിക്കണം. എന്നാൽ മാത്രമേ ഭഗവാന്റെ കൃപയ്ക്ക് പാത്രീഭൂതരാവൂ. ഈ പ്രീ കണ്ടീഷൻ അറിയാതെ കണ്ട് ഈ പൂജ കഴിഞ്ഞ് പൂജാരി നട തുറന്ന് തീർത്ഥം തളിക്കുമ്പോൾ നമ്മൾ ഓടി വന്ന് തല കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താ?
കാമക്രോധ മത മത്സര ലോഭാദികളുള്ളവരുടെ അടുത്ത് ആ തീർത്ഥം വീണിട്ട് കാര്യമില്ല എന്നർത്ഥം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഭാഗവതമാണ് പറഞ്ഞത്. ഭാഗവതം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപ്പോൾ ഹൃദയങ്ങൾ കാമക്രോധാദി വൃത്തികളുടെ സമ്പർക്കമില്ലാതിരുന്നതിനാൽ ഭഗവാൻ ഇരുന്ന് ആനന്ദിപ്പാൻ തക്ക വിധം നിർമ്മലങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ഹൃദയത്തിൽ വന്നത്. അപ്പം നമ്മുടെ സുമനസ്സുകളാവാതെ കണ്ട് ഭഗവാൻ വരില്ല. എങ്ങും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി വൈകുണ്ഠത്തെ വെടിഞ്ഞിട്ടാണ് ഭക്തഹൃദയങ്ങളിൽ വന്നിരുന്നതെന്ന് വർണ്ണിച്ചത് ഭക്തഹൃദയങ്ങളുടെ പരിശുദ്ധതയെയും ഭഗവാന്റെ ഭക്തവത്സലാദി അതിശയത്തെയും സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് ധരിക്കണം. അല്ലാതെ ഭക്തഹൃദയങ്ങളിൽ വസിക്കുന്ന ഭഗവാൻ വൈകുണ്ഠത്തിൽ ഇല്ലെന്ന് ധരിക്കരുത്. ഇതാണ് എപ്പോഴും നമ്മൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. വിഷ്ണു അവിടെ ഉണ്ട്. വിഷ്ണു തൻ്റെ മായയെ അവലംബിച്ച് ശ്രീകൃഷ്ണനായിട്ട് വന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വിഷ്ണു ഉണ്ട്. ശ്രീകൃഷ്ണൻ എന്നുള്ളത് അപരനാമത്തോടു കൂടി അങ്ങനെ പറയാം. അപ്പം നമ്മളുടെ ഉള്ളിൽ ചൈതന്യം എല്ലാറ്റിലുണ്ട്. അമേധ്യത്തിലുള്ള പുഴുവിലും ഭഗവത് ചൈതന്യമുണ്ട്, ഇല്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഒന്നിനും നിന്ദിക്കരുത് എന്ന് പറയണത്. അമേധ്യത്തിലുള്ള പുഴുവിലും ജീവനുണ്ട്. നമ്മുടെ കയ്യോ കാലോ പുഴുത്താൽ അതിലും ജീവനുണ്ട്, ആ പുഴുവിലും ജീവനുണ്ട്. ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ തുടിക്കണത്, നമ്മൾ നമ്മൾ കയ്യും കാലും ഇട്ട് അളക്കണത്, പ്രതികരിക്കണത് എന്തുകൊണ്ടാണ്? ചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ട്. അപ്പം മറ്റുള്ളവരുടെ ചൈതന്യത്തിനെ നമ്മൾ ബഹുമാനിക്കണ്ടേ? ആരും ആരെക്കാളും മേലും അല്ല താഴെയോ അല്ല, എല്ലാവരും സമന്മാരാണ്. ഭേദഭാവന ഉണ്ടായാൽ ഭഗവാൻ ഇറങ്ങിപ്പോകുന്ന. അത് ആചാര്യനാണെങ്കിലും ശരി, പൗരാണികനാണെങ്കിലും ശരി, ഹോതാവിനാണെങ്കിലും ശരി, ശ്രോതാവിനാണെങ്കിലും ശരി, ഭേദഭാവന പാടില്ല. അപ്പം നമ്മളെന്ത് വിചാരിക്കണം? ഭക്തഹൃദയങ്ങളിൽ വസിക്കുന്ന ഭഗവാൻ വൈകുണ്ഠത്തിൽ ഇല്ലെന്ന് വിചാരിക്കരുത്. അപ്പോൾ ക്ഷേത്രത്തിലുണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ ചൈതന്യമാണ് ആരിൽ കാണേണ്ടത്? വിഗ്രഹത്തിൽ. പേര് നോക്കരുത്. വിഗ്രഹത്തിൻ്റെ പേരെന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ 4 ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ 5ാമത്തെ ശ്ലോകം പറയണു: വൈകുണ്ഠവാസിനോ യേ ച വൈഷ്ണവ ഉദ്ധവാദയ തത്കഥാ ശ്രവണാർത്ഥം തേ ഗൂഢരൂപേണ സംസ്ഥിത. എന്നാ വൈകുണ്ഠത്തുനിന്ന് മഹാവിഷ്ണു മാത്രമാണോ വന്നത്? അല്ല. വൈകുണ്ഠവാസിനോ യേ ച വൈഷ്ണവ ഉദ്ധവാദയ തത്കഥാ ശ്രവണാർത്ഥം തേ ഗൂഢരൂപേണ സംസ്ഥിത. ഈ മാഹാത്മ്യം പഠിച്ചവരും മാഹാത്മ്യം പഠിക്കാണ്ട് ആചാര്യന്മാരും അയാളുടെ പ്രശ്നം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവരെ ആചാര്യമര്യാദകൾക്ക് യബവുമല്ല. ആചാര്യമര്യാദകൾ ആചാര്യനും പൗരാണികനും ഹോതാവിനൊക്കെ വേണം. അപ്പോൾ വൈകുണ്ഠത്തിൽ വസിക്കുന്നവരായ ഉദ്ധവാദി വിഷ്ണു ഭക്തന്മാർ കഥ കേൾപ്പാനുള്ള താല്പര്യത്താൽ മറ്റാർക്കും കാണാൻ കഴിയാത്ത വിധം ഗൂഢരൂപങ്ങളെ ധരിച്ചുകൊണ്ട് സഭയിൽ വസിച്ചു. നോക്കൂ, വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഭക്തി നിർഭരമായിട്ടുള്ള രീതിയിൽ ഭാഗവതം സപ്താഹ രൂപത്തിൽ അല്ലെങ്കിൽ സ്വാധ്യായം നടക്കുന്നത്? അവിടെയൊക്കെ ആരുണ്ട്? ഇത് കേൾക്കാൻ ഉദ്ധവരെ പോലെ, അക്രൂരനെ പോലെ, അർജുനനെ പോലെ, പ്രഹ്ലാദനെ പോലെ, ധ്രുവനെ പോലെ, ദേവർഷി നാരദരെ പോലെ, വസിഷ്ഠരെ പോലെ, സാക്ഷാൽ എന്തങ്ങനെ കാണിച്ചാൽ എനിക്ക് പറയാൻ ആലോചിക്കട്ടെ, സാക്ഷാൽ വ്യാസപുത്രനായിരിക്കുന്ന ശുഖബ്രഹ്മവർഷി ഒക്കെ നിരാകാരത്തിൽ സൂക്ഷ്മദൃഷ്ടിയിൽ വന്നിരിക്കുന്നത്. അതാണ് ഈ ദീപപ്രജ്വലനത്തിൻ്റെ പ്രാധാന്യം. അത് കടാവളക്കായിട്ട് വെക്കണം. കട്ടാൽ കൊളുത്തിക്കൊള്ളുക. അപ്പോഴും സൂക്ഷ്മാവസ്ഥയിൽ ആരുണ്ട്? ഇവരൊക്കെ അവിടെ ഉണ്ട്. ഇനി പറയാൻ പോണു. 6ാമത്തെ ശ്ലോകം: തഥാ ജയ ജയ
ജയ ജയ ആരവോ, ജയ ജയ ആരവോ. അവിടെ പ്രിൻറ്റിങ് എന്താ? ജയ ജയാരാവോ എന്നാ. അപ്പോൾ നമ്മൾ എന്ത് വായിക്കണം? ജയ ജയ ആരവോ രസപുഷ്ടിർ അലൗകികി. രസപുഷ്ടി, രസാനുഭൂതി അലൗകികമാണ്, ലൗകികതയല്ല. ലൗകികതയിലത്തെ രസം നൈമിഷിക, ക്ഷീണ. പിന്നെ എന്തെന്നെ ആയാലും ശരി, ഞാൻ തുറന്നു പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ തഥാ ജയ ജയരാരാവോ രസപുഷ്ടിർ അലൗകികി ചൂർണപ്രസൂന വൃഷ്ടിച്ച മുഹു ശങ്കരവോ അപ്യഭൂത്. തഥാ ജയ ജയ ആരാവോ രസപുഷ്ടിർ അലൗകികി ചൂർണപ്രസൂന വൃഷ്ടിച്ച മുഹു ശങ്കരവോപ്യഭൂത്. അപ്പോൾ ജയ ജയ എന്ന ശബ്ദവും ലോകത്തിൽ കാണപ്പെടാത്തതായ രസപുഷ്ടിയും, ലോകത്തിൽ കാണപ്പെടാതായ രസപുഷ്ടി ഭഗവാന്റെ രസപുഷ്ടിയും മലർപ്പൊടി, പുഷ്പങ്ങൾ എന്നിവയുടെ വർഷവും അടിക്കടി ശംഖശബ്ദവുമുണ്ടായി. കാരണം എന്താ? ഭഗവാനാണ് എഴുന്നള്ളുന്നത്, അല്ലെങ്കിൽ ശുഖബ്രഹ്മർഷിയാണ് എഴുന്നള്ളി, ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ. 7ാമത്തെ ശ്ലോകം. തൽസഭാ സംസ്ഥിതാനാം ച ദേഹഗേഹാത്മവിസ്മൃതി ദൃഷ്ട്വാ ച തന്മായാവസ്ഥാം നാരദോ വാക്യമബ്രവീത്. എന്താണ്ടായത്? തൽസഭാ സംസ്ഥിതാനാം ച ദേഹഗേഹാത്മവിസ്മൃതി ദൃഷ്ട്വാ ച തന്മായാവസ്ഥാം നാരദോ വാക്യമബ്രവീത്. ആ സഭയിൽ സ്ഥിതി ചെയ്യുന്നതായ ആൾക്കാരൊക്കെ ദേഹഗേഹാത്മവിസ്മൃതി, ദേഹമുണ്ടെന്നോ ഗേഹം വീടുണ്ടെന്നോ എന്നുള്ള ധാരണയില്ല. അപ്പോൾ ഈ സജ്ജനങ്ങൾ ശ്രോതാക്കളായിട്ട് ഭാഗവത പാരായണത്തിന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാഗവത കഥ പറയുമ്പോൾ, ഭാഗവത തത്വങ്ങൾ പറയുമ്പോൾ വീടിനെ പറ്റിയിട്ടും ശരീരത്തിനെ പറ്റിയിട്ട് ആലോചിക്കരുത്. ആലോചിച്ചാൽ ഈ ഗുണഗണങ്ങൾ നമുക്ക് കിട്ടില്ല. ഭാഗവത രസാനുഭൂതി അലൗകികമായിട്ടുള്ളത് കിട്ടില്ല. ഇപ്പം എന്താ മനസ്സിലായത്? വീട് പൂട്ടി പോന്നാൽ പിന്നെ വീട്ടിലുള്ളവരെ പറ്റി ചിന്തിക്കരുത്. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ ഞാൻ പറയുമ്പോൾ? എനിക്ക് മനസ്സിലാക്കാം, ചിലവർക്ക് വിഷമം തോന്നും. ശരീരമുണ്ടെന്നോ വീടുണ്ടെന്നോ മക്കളെ പറ്റിയിട്ടോ ധനത്തിനെ പറ്റിയിട്ടോ കോഴീനെ പറ്റിയിട്ടോ ആടിനെ പറ്റിയിട്ടോ ഒന്നും ആലോചിച്ചാൽ മനസ്സ് നമ്മളിൽ നിൽക്കില്ല. മനസ്സ് നമ്മളിൽ നിന്നാൽ മാത്രമേ നമ്മുടെ കർണപുടങ്ങളിൽ കൂടി ഭാഗവത രസമാകുന്ന അമൃത താഴത്തേക്ക് ഇറങ്ങുള്ളൂ. താഴത്തേക്ക് വെച്ചാൽ മനസ്സിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പം അദ്ദേഹം ദൃഷ്ട്വാ കണ്ടുകൊണ്ട് തൻ മായാവസ്ഥാം നാരദോ വാക്യം ബ്രവീത്. നാരദര് പറഞ്ഞു. എന്താണെന്നുള്ളത് പിന്നെ പറയാം. ആ സഭയിൽ വസിക്കുന്നവർ ശരീരത്തിൽ ഞാനെന്നും ഗൃഹാദികൾ എൻ്റേതെന്നുള്ള ഭാവമില്ലാതിരിക്കുന്നതിനെ കണ്ടിട്ട് നാരദമുനി പറഞ്ഞു എന്നാ. നാരദമുനിക്ക് മനസ്സിലായി, ഇപ്പോൾ അവിടെ ഉള്ള ആൾക്കാരാർക്കും തൻ്റെ ശരീരത്തിനെ പറ്റിയിട്ടോ വീടിനെ പറ്റിയിട്ടോ ബോധമില്ല. ഇപ്പം അവർ പരിപൂർണമായ ഭക്തിയിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. അലൗകികോയം മഹിമാമുനീശ്വരാം സപ്താഹജന്യോ അദ്യ വിലോകിതോ മയാം മൂഢാ ഷഠായേ പശുപക്ഷിണോ അത്ര സർവേപി നിഷ്പാപതമാ ഭവന്തി. എന്താ പറഞ്ഞത്? അലൗകികോ അയം മഹിമാമനീശ്വരാ സപ്താഹജന്യോ അദ്യ വിലോകിതോ മയാം മൂഢാ ഷഠായേ പശുപക്ഷിണോ അത്ര സർവേപി നിഷ്പാപതമാ ഭവന്തി. എന്താണ് അർത്ഥം? ഹേ മുനീശ്വരന്മാരെ, നാരദര് അവിടെ വന്നുകൂടിയവരെ അഭിസംബോധന ചെയ്ത് പറയണു. ഹേ മുനീശ്വരന്മാരെ, സപ്താഹയജ്ഞത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ലോകാതിശയായ മഹിമയെ ഞാനിതാ കാണുന്നു. ഞാൻ കാണലും അനുഭവമാണത്. കാണുന്നു, ഞാൻ കാണുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹേ മുനീശ്വരന്മാരെ, സപ്താഹയജ്ഞത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ലോകാതിശയായ മഹിമയെ ഞാനിതാ കാണുന്നു. ഇവിടെ ഇരിക്കുന്ന മൂഢന്മാർ, ഷഠന്മാർ, പശുക്കൾ, പക്ഷികൾ എന്നിവരെയും പാപസമ്പർക്കമില്ലാതെ പരിശുദ്ധന്മാരായി പ്രകാശിക്കുന്നു. വലിയ ഒരു പ്രസ്താവന നടത്തി. ഹേ മുനീശ്വരന്മാരെ, സപ്താഹയജ്ഞത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ലോകാതിശയായ മഹിമയെ ഞാനിതാ കാണുന്നു. ഇവിടെ ഇരിക്കുന്ന മൂഢന്മാര്, ഷഠന്മാര്, പശുക്കൾ, പശുബുദ്ധിയുള്ളവരെ എന്നർത്ഥം. പുല്ലിന് വേണ്ടി തല നീട്ടുന്ന പശുക്കൾ. അവിടെ പശുവിനെ കുറച്ച് താഴ്ത്തി കെട്ടിയിട്ടാണ് പറഞ്ഞത്. അതാണ് ശരി.
പശുപതി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഭരിക്കുന്നവൻ, സാക്ഷാൽ ശിവൻ. എങ്ങോട്ട് പോവാൻ? എങ്ങോട്ട് പോകുമ്പോൾ വിഷ്ണു പരിലാളിത കർമ്മമാണല്ലോ ചെയ്യണത്. വിഷ്ണു നമ്മളെ പരിലാളിച്ചു കൊണ്ടു. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ശിവലോകത്തേക്ക്. അപ്പോൾ ശിവലോകം എന്ന് പറഞ്ഞാൽ എന്താ? ശിവം എന്ന് പറഞ്ഞാൽ എന്താ? മംഗളസ്വരൂപനാണ്. അപ്പോൾ മംഗളസ്വരൂപനായിരിക്കുന്ന ലോകത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ വിഷ്ണു ലോകം പോകണു. നമ്മൾ എവിടെ പോകണില്ല? യമാലയത്തിൽ പോകണില്ല എന്നർത്ഥം. ഭഗവത് നാമങ്ങൾ സദാ അർത്ഥം പറഞ്ഞ് ഉച്ചരിച്ച് അത് ജീവിതത്തിലേക്ക് പകർത്തുന്ന ആൾക്കാരൊക്കെ എങ്ങോട്ടാ പോവുക? നേരെ വൈകുണ്ഠത്തിലേക്ക്. വൈഷ്ണവദൂതന്മാർ വന്നിട്ട് നമ്മളെ കൊണ്ടുപോകും. മറ്റത് കാമപീഡിതകൾ അനുഭവിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവരെയാണ് ആര് കൊണ്ടുപോവുക? യമദൂതന്മാർ. അപ്പോൾ എപ്പോഴും ശ്രീഹരി ശബ്ദം, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഗോവിന്ദ, ദാമോദര, ഇന്ന് കേശവ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഒരു കുഴപ്പമില്ല, സാധിക്കാണ്ട് എന്താ? അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു എന്നാണ് പറഞ്ഞത്? സപ്താഹയജ്ഞത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ലോകാതിശയമായ മഹിമയെ ഞാനിതാ കാണുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന മൂഢന്മാരെ, ചടന്മാരെ, പശുക്കൾ, പക്ഷികൾ എന്നിവരെയും പാപസങ്കല്പമില്ലാതെ പരിശുദ്ധരമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാണ്. പരിശുദ്ധന്മാരായി. കാരണം എന്താ? യജ്ഞവേദിയിൽ വന്നാൽ അങ്ങനൊരു സായുജ്യ, സാമീപ്യ, സാലോക്യ, സാരൂപ്യാദികൾ അനുഭവിക്കാമെന്നാണ്. അപ്പോൾ 9ാമത്തെ ശ്ലോകം വരുന്നു. അതോ നൃലോകേ നനു നാസ്തി കിഞ്ചിൽ ചിത്തസ്യ ശോധായ കലോ പവിത്രം അഘോഗവിധ്വംസകരം തഥൈവ കഥാ സമാനം ഭുവി നാസ്തി ച അന്യത്. അതോ നൃലോകേ നനു നാസ്തി കിഞ്ചിൽ ചിത്തസ്യ ശോധായ കലോ പവിത്രം അഘോഗവിധ്വംസകരം തഥൈവ കഥാ സമാനം ഭുവി നാസ്തി ച അന്യത്. എന്താണ് അർത്ഥം? അത് ഹേതുവായിട്ട്, ഏത് ഹേതുവായിട്ട്? എല്ലാവരും ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്നൊരനുഭൂതി കാരണം കലിയുഗത്തിൽ ചിത്തശുദ്ധി വരുത്തുന്നതിനും പാപസംഗത്തെ നിശേഷം നശിപ്പിക്കുന്നതിനും ഭാഗവത കഥാപ്രസ്താവത്തോട് സമാനമായിട്ടുള്ള പരിശുദ്ധ കർമ്മം മറ്റൊന്നും മനുഷ്യലോകത്തിലില്ല. അപ്പോൾ എന്തായി അർത്ഥം? ഈ വേർപാട്, ബാധ ഒഴിക്കലൊന്നും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളല്ല. ആ വ്യക്തികൾ എന്ത് ചെയ്താൽ മതി? ഭാഗവതത്തിൽ അത് ആണിറങ്ങണം. അത് ഹേതുവായിട്ട് കലിയുഗത്തിൽ ചിത്തശുദ്ധി വരുത്തുന്നതിനും പാപസംഗത്തെ നിശേഷം നശിപ്പിക്കുന്നതിനും ഭാഗവത കഥാപ്രസ്താവത്തോട് സമാനമായിട്ടുള്ള പരിശുദ്ധ കർമ്മം മറ്റൊന്നും മനുഷ്യലോകത്തിലില്ല എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശംസകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രസ്താവിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.